മോത്തി ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. കരിമേക്കൽ ഹാളിലേക്ക് ആളുകൾ എത്തുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്രയും വേഗം തന്നെ പൊതുദർശനം അവസാനിപ്പിക്കാനുള്ള അറിയിപ്പ് ഇവിടെ നൽകുന്നുണ്ട്. വളരെ വേഗം ആളുകളെ കടത്തിവിടുകയാണ്. ഇപ്പോൾ തിരക്ക് പുറത്ത് കുറഞ്ഞിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് പള്ളിപ്പറമ്പിലേക്ക് എടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 മണിക്കാണ് പള്ളിപ്പറമ്പിൽ ഖബറടക്കം തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ 9:45 15 മിനിറ്റ് കൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. കാരണം ഇപ്പോൾ തിരക്ക് നന്നായി കുറഞ്ഞിരിക്കുകയാണ്. കരിമേക്കൽ ഹാളിൽ ഇപ്പോൾ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത്രയ്ക്കും തിരക്കില്ല. പൊതുദർശനം വളരെ വേഗത്തിൽ തീർക്കാനുള്ള ശ്രമങ്ങളും ഇവിടെ നടത്തുന്ന ആളുകളെ വളരെ വേഗത്തിൽ കടത്തി വിടുന്നുമുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അറിയിപ്പും ഇവിടെ നൽകുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നീണ്ടു പോകും. ഒരുപാട് ആളുകൾക്ക് അവസാനം വരുന്നത് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അവരെ എല്ലാവരെയും കാണിച്ച് മൃതദേഹം പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താമസമുണ്ടാകും. അതിൻ്റെ ക്രമീകരണങ്ങൾ, സമയത്തിൻ്റെ ക്രമീകരണങ്ങളിൽ മാറ്റം വരും. അത് മറ്റ് കാര്യങ്ങളെയും ബാധിക്കും. അപ്പോൾ വളരെ വേഗം തന്നെ പൊതുദർശനം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ. ഏതാനും മിനിറ്റുകൾക്ക് തന്നെ പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം പള്ളിപ്പറമ്പിലേക്ക് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിലധികമായി 1 മണിക്കൂറിൽക്കുള്ള 8 മണി കഴിഞ്ഞപ്പോഴാണ് 4 മൃതദേഹങ്ങളും കരിമേക്കൽ ഹാളിലേക്ക് കൊണ്ടുവന്നത്. അന്നേരം മുതൽ അണമുറിയാതെയാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ, ഈ നാട്ടുകാർ, സമീപ പ്രദേശത്തുള്ളവർ, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, സഹപാഠികൾ, അധ്യാപകർ, അങ്ങനെ രാഷ്ട്രീയക്കാർ, അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകൾ ഈ കുഞ്ഞുങ്ങൾക്ക് അന്തിമോചനം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 4 കുഞ്ഞുങ്ങൾ പഠിച്ച സ്കൂളിലെ അധ്യാപകരൊക്കെ തന്നെ ഇവിടെയുണ്ട്. നിറകണ്ണുകളുമായി അവരിവിടെ തുടരുകയാണ്. ഇപ്പോഴും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അധ്യാപകരുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ സഹപാഠികളുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. പലരും വിങ്ങിപ്പൊട്ടി കരച്ചിൽ അടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു പല കുട്ടികളും. അവരുടെ പ്രിയപ്പെട്ടവർ പോയതിനെക്കുറിച്ച് ഓർത്ത് വയങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരും അതേ അവസ്ഥയിലാണ്. അവർ പഠിപ്പിച്ച ആ കുട്ടികൾ ഇല്ല എന്നറിയുമ്പോൾ, ഇനി നാളെ ചെന്ന് ആദ്യ ബുക്ക് തുറന്ന് ആ പേരുകൾ കാണുമ്പോൾ അവർക്ക് വീണ്ടും അതൊരു വേദനയെ തന്നെ ഉണ്ടാകും. ആ വേദനകളൊക്കെ നമുക്ക് മറികടന്ന് പോകേണ്ടതുണ്ട്. ജീവിതം അങ്ങനെയാണ്. തീർച്ചയായിട്ടും അരുൺ, ജീവിതം അങ്ങനെയാണ്. ഓരോന്നും മറികടന്ന് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകൂ. ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നാണ് പറയാറ്. ജീവിതം അങ്ങനെയാണ്. ആ ജീവിതത്തിന്റെ വേദിയിൽ നമ്മൾ കളിക്കുന്ന നാടകത്തിലൊരു തുടർച്ച അതങ്ങനെ ഉണ്ടാവണം. അത് ഓരോ രംഗങ്ങളും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അപ്പോഴും ഈ വേദനകൾ നമുക്ക് എത്രത്തോളം എന്ന് നിർവചിക്കാനാവാത്ത വിധം മനസ്സിനെ കാർന്നു തിന്നുകൊണ്ടേയിരിക്കും എന്നത് അംഗീകരിച്ചേ മതിയാവൂ.